മുഅ്മിനീങ്ങളെ, നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്ത് ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയാണെങ്കിലും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്നുള്ള സൂറത്തുൽ ഖദ്ർ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലും 3 തവണ ഓതിയാൽ അവർ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ പുറത്തിറങ്ങുന്നത് ആ ആവശ്യം അവർ വിചാരിക്കുന്നതിനേക്കാളും ഉപരിയായി ഉഷാറോടെ നിറവേറി അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. എങ്ങനെ 3 തവണ ഈ സൂറത്ത് ഓതിയിട്ട് ഇറങ്ങിയാൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അവർ വീട്ടിൽ നിന്നിറങ്ങിയത് ആ ആവശ്യം അവര് ഉദ്ദേശിച്ചതിനേക്കാളും ഉപരിയായി റാഹത്തോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നാണ്. അപ്പൊ കച്ചവടത്തിന് നമ്മൾ പോകുമ്പോ സൂറത്തുൽ ഖദ്ർ 3 തവണ ഓതിയിട്ട് ഇറങ്ങാൻ പറയണം ഭർത്താക്കന്മാരോട്. പ്രിയപ്പെട്ടവരെ, മക്കളോട് പറഞ്ഞു കൊടുക്കണം. അവര് നല്ല റാഹത്തോടെ കച്ചവടം ചെയ്യുമ്പോ അവർ ഉദ്ദേശിച്ചതിലുപരിയായി അന്ന് കച്ചവടം നടന്ന് വീട്ടിലേക്ക് തിരിച്ചു വരും. അതേ, നമ്മുടെ മക്കള് പഠിക്കാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ അവരോട് പറയണം 3 സൂറത്തുൽ ഖദ്ർ ഓതുവനെ. അവർ വീട്ടിൽ നിന്ന് പഠിക്കുക എന്ന ആവശ്യത്തിനാണ് പോകുന്നത്. നല്ലതുപോലെ പഠനം അവർക്ക് നടത്താൻ കഴിയും. ഇത് വലിയൊരു ബറക്കത്തുള്ള സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഇത് ബറക്കത്ത് ഈ കാര്യം പതിവാക്കണം. മാത്രമല്ല, നമ്മളൊക്കെ വാഹനങ്ങൾ എടുത്ത് പുറത്തു പോകുന്നവരാണ്. അതേ, നമ്മള് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വാഹനത്തിൽ പുറത്തു പോകുമ്പോ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂറത്തുൽ ഖദ്ർ 3 തവണ ഓതിയാൽ 3 തവണ ഓതുക. എന്നിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവര് ഒരു ആഫത്തിലോ മുസീബത്തിലോ പെടൂല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഏതാണ് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇതാണ് സൂറത്ത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നീ പതിവാക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്.